ഇടുക്കി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ താമസ സൗകര്യ പ്രശ്നത്തിന് പരിഹാരമായി. നിലവിൽ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പൂർണ്ണ പരിഹാരം കാണുന്നതിനാണ് നീക്കം. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. വർക്കിംഗ് വിമൻ ഹോസ്റ്റലിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറികളും മെഡിക്കൽ കോളേജ് MBBS വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ ലഭ്യമായ മുറികളും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നതിനായി വിട്ടു നൽകുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS പറഞ്ഞു. ഇടുക്കിയിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒരു താമസ സൗകര്യമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ കളക്ടറേറ്റിൽ ഒരു യോഗം ചെയ്തിരുന്നു. അതിൽ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് മനസ്സിലാക്കിയെടുത്തോളം കാലം നമുക്ക് ഈ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ലഭ്യമായിട്ടുള്ള ഒരു ധാരണയായിട്ടുള്ളത്. അത് പൈനാവിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ഏകദേശം 32 റൂമുകളുണ്ട്. ആ 32 റൂമുകളിൽ ഇപ്പോൾ 12 റൂമുകൾ മാത്രമാണ് അത് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം വരുന്ന അത് ജൂനിയർ റെസിഡൻസ്, സീനിയർ റെസിഡൻസ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അവിടെ പരമാവധി ഒരു 32 റൂമുകളിൽ ഒരു 16-18 റൂമുകൾ മാത്രമേ അവിടെ ആവശ്യം. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു 16 റൂമുകൾ അവിടെ കൂടുതലായിട്ട് നമുക്ക് ഈ കുട്ടികളുടെ അക്കോമഡേഷന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ധാരണ ഇന്നായിട്ടുണ്ട്. അപ്പോൾ 16 റൂമുകളിൽ ഏകദേശം 3-4 സ്റ്റുഡൻസ് വെച്ച് 64 കുട്ടികളെ നമുക്ക് അവിടെ വർക്കിംഗ് വിമൻസ്, പൈനാവിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോളേജിൽ MBBS സ്റ്റുഡൻസിനുള്ള ഹോസ്റ്റലുകളിൽ ഒരു 18 റൂമുകൾ നമുക്കവിടെ റീസെൻ്റായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ആ 18 റൂമുകളിലും കൂടി 4 കുട്ടികൾ വീതമാണെങ്കിൽ, ഇപ്പോൾ മറ്റ് റൂമുകളിലും 4 കുട്ടികൾ വീതം MBBS സ്റ്റുഡൻസ് താമസിക്കുന്നു. 4 കുട്ടികൾ വീതമാണെങ്കിൽ 72 കുട്ടികളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ വെളിയിൽ ഹോസ്റ്റലുകളിലും മറ്റുമായിട്ട് താമസിക്കുന്ന കുട്ടികളെ മുഴുവൻ, പെൺകുട്ടികളെ മുഴുവൻ നമുക്ക് ഈ 2 സ്ഥലങ്ങളിലായിട്ട് താമസിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ യോഗത്തോടും കൂടി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആൺകുട്ടികളുടെ ഏകദേശം 10-12 ആൺകുട്ടികളുടെ ഒരു താമസ സൗകര്യമായിട്ടുള്ള പ്രശ്നം മാത്രമാണുള്ളത്. അവരെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ താമസിക്കുന്ന ആ ഒരു പ്രശ്നം ഈ 2 മാസത്തിനകം പരിഹരിക്കപ്പെടും. കാരണം മെഡിക്കൽ കോളേജിലുള്ള NGO ക്വാർട്ടേഴ്സിൻ്റെ വർക്ക് ഇന്ന് കിറ്റ്കോയായിട്ട് സംസാരിച്ചപ്പോൾ പരമാവധി 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസ് സർജൻസിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ വർക്കും ഏകദേശം ടൈൽ വർക്കും അതുപോലെ തന്നെ പെയിൻറ്റിങ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇത് 2 ഏകദേശം ഡിസംബർ അവസാന ആഴ്ചയും കൂടി പൂർത്തിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലെ മറ്റ് ജീവനക്കാർ താമസിക്കുന്ന ആ ഒരു ക്വാർട്ടേഴ്സുകൾ ഒഴിയും, 2 മാസത്തിനകം ഒഴിയും. അപ്പോൾ അവർ NGO ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ അവരുള്ള PWD ക്വാർട്ടേഴ്സിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള ഒരു 10-12 മെയിൽ സ്റ്റുഡൻസിനെ അവിടത്തേക്കും താമസിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം കുട്ടികളുടെ ഹോസ്റ്റലിലെ പ്രശ്നം ഈ രീതിയിൽ പരിഹരിക്കാനാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്.